കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പാലക്കാട് നിന്നും രാഷ്ട്രീയ വർത്തമാനങ്ങൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഇന്നും ഒരു രാഷ്ട്രീയ വർത്തമാനം പറയണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി ഒലവക്കോട്ടേക്ക് പോകും വഴി കൽപ്പാത്തി പുതിയ പാലത്ത് ഇറങ്ങേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങിയ സമയം അവിടെ ഒരു വാഹന അപകടം നടന്നതിന്റെ വർത്തമാനങ്ങൾ, അവിടെ ഒരു വലിയ അപകടം ഒഴിഞ്ഞുപോയതായിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരുമൊക്കെ നിന്ന് സംസാരിക്കുന്നത് കേട്ടു. സ്വാഭാവികമായും ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് പോയി ആ സംസാരങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അതിനിടയിൽ പെട്ടെന്നാണ് എന്നോടൊരാള് പുറകിൽ നിന്ന് ചോദിക്കുന്നു, വർഗീസ് ഇതൊക്കെ ഇങ്ങനെ കണ്ടുപോയാൽ മതിയോ? എന്നെ മനസ്സിലായില്ലേ? എനിക്ക് ആദ്യം ഒരു വിഭ്രമമായി. കാരണം അത് പ്രഭാകരേട്ടനായിരുന്നു. എങ്ങനെയാണ് നമ്മൾ അതിനെ നിർവചിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. നമ്മുടെ വെറും തോന്നലുകളായിരിക്കാം. പ്രഭാകരേട്ടൻ എന്ന് പറയുമ്പോൾ പലർക്കും അറിയാം, പലർക്കും അറിയില്ലായിരിക്കാം. പ്രഭാകരേട്ടൻ എനിക്ക് ഏതാണ്ട് ഒരു 30 കൊല്ലത്തിലധികം അദ്ദേഹവുമായിട്ട് പരിചയമുണ്ട്. സൗഹൃദം എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം പാലക്കാട്ടെ ഹിന്ദു ദിനപത്രത്തിന്റെ ലേഖകനായിരുന്നു. പാലക്കാടിന്റെ പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഉന്നയിക്കുന്ന പല വിഷയങ്ങളും ദേശീയ മാധ്യമമായ ഹിന്ദു ദിനപത്രത്തിൽ വാർത്തയാക്കുന്നതിൽ പ്രഭാകരേട്ടൻ വലിയ ശ്രദ്ധ ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് പാലക്കാട്ടെ പൊതുരംഗത്ത് നിന്നൊക്കെ ഒന്ന് ഉൾവലിഞ്ഞ് നിന്ന സമയത്തും ഇടയ്ക്കൊക്കെ പ്രഭാകരേട്ടനെ ചിലപ്പോൾ എറണാകുളത്ത് വെച്ചോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ചോ ഒക്കെ കാണാറുണ്ടായിരുന്നു. വളരെ അവിചാരിതമായി അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ഒരു നൊമ്പരം അന്ന് മനസ്സിലുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു മരണം. ആ മരണം അദ്ദേഹത്തെ ആക്രമിച്ചത് അല്ലെങ്കിൽ മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തത് ഞാൻ അപ്പോൾ നിൽക്കുന്ന ആ സ്ഥലത്ത് വെച്ചായിരുന്നു. ഒലവക്കോട് പുതിയ പാലം, കൽപ്പാത്തി പുതിയ പാലത്തിന്റെ അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞ അപകടമുണ്ടായത്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്റെ സ്കൂട്ടറിൽ കൊച്ചിയിലേക്ക് മറ്റോ പോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് ആ അപകടമുണ്ടായത്. ആ അപകടമുണ്ടായ സ്ഥലത്താണ് ഇന്ന് ഒരു വലിയ ദുരന്തം ഒഴിഞ്ഞ സമാധാനത്തിൽ അവിടെ ആളുകൾ നിന്ന് സംസാരിക്കുന്ന കേട്ടപ്പോഴും ആ ദൃശ്യങ്ങൾ കണ്ടപ്പോഴും ഒരുപക്ഷെ പാലക്കാട്ടെ മുഴുവൻ രാഷ്ട്രീയ വാർത്തകളെയും പിന്തള്ളാവുന്ന ഒരു ദുരന്ത വാർത്ത അവിടെ നിന്ന് വരുമായിരുന്നു. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് അത് ഒഴിഞ്ഞുപോയി. ഒരു വാഹനം, കാറ്, ആദ്യം ഒരു ആക്റ്റീവ സ്കൂട്ടറിൽ തട്ടുന്നു. കാറ് പിന്നീട് മുന്നോട്ട് പോയി 2 മോട്ടോർ സൈക്കിളുകളിലും പിന്നീട് വീണ്ടും ഒരു സ്കൂട്ടറിലും പിന്നീട് വഴിയോരത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയിലും ഇടിക്കുകയുണ്ടായി. ആ കാർ പോയി നിന്നത് ഈ പറഞ്ഞ കൽപ്പാത്തി പുതിയ പാലത്തിന്റെ അടുത്തായിട്ടാണ്. ഈ വണ്ടികളിലൊന്നും തട്ടിയില്ലായിരുന്നുവെങ്കിൽ ആ കാറ് ഒരുപക്ഷെ നേരെ കൽപ്പാത്തി പുഴയിലേക്ക് കൂപ്പുകുത്തുമായിരുന്നു. അതിനേക്കാളൊക്കെ ആളുകൾ അത്ഭുതത്തോടെ ചിലര്, അവിടെ എനിക്കറിയാവുന്ന ചില മുഖങ്ങളൊക്കെ, അതിൽ 2 പേര് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. സ്കൂട്ടറിൽ തട്ടിയ ശബ്ദം കേട്ട വഴിക്ക് ചാടി മാറിയതുകൊണ്ട്, ഇല്ലെങ്കിൽ അവരെയും ഇടിച്ചിട്ട് ആ കാർ മുന്നോട്ട് പോകുമായിരുന്നു. അവിടെ ചില സ്ഥാപനങ്ങളിലെ CCTV ക്യാമറകളിൽ നോക്കിയപ്പോൾ കണ്ടത് ഒരു പെൺകുട്ടി ആ കാറിന്റെ മുൻപിൽ നിന്നും മാറിയിരിക്കുന്നതും കാറും തമ്മിൽ ഒരു 5 അടി ദൂരമേ ഉള്ളൂ. ഒരു അശ്രദ്ധയിൽ ആ പെൺകുട്ടിയെയും അത് തട്ടിപ്പോകുമായിരുന്നു. ആ പെൺകുട്ടി ജീവനും കൊണ്ട് അവിടെ നിന്ന് മാറിയതാണ്. അങ്ങനെ അവിടെ കണ്ട ക്യാമറ ദൃശ്യങ്ങളിൽ തന്നെ വലിയ ഒരു അപകടം ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഒഴിഞ്ഞുപോയി. അപ്പൊ ജനങ്ങൾ അങ്ങനെ ആ കാറിന് ചുറ്റും കൂടിയപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു രോഷമൊക്കെ ഉണ്ടാവുമല്ലോ ജനങ്ങൾക്ക്. പക്ഷെ ആ രോഷമൊക്കെ അവർക്ക് പോയി. കാരണം കാറ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു വടിയും കുത്തിപ്പിടിച്ച ഒരു വൃദ്ധൻ. ആളുകള് രോഷമുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി. പക്ഷെ ഞാൻ ഈ വിഷയം എന്തുകൊണ്ട് പറയുന്നു? പ്രഭാകരേട്ടന്റെ സാന്നിധ്യം അപ്പോൾ എനിക്ക് അവിടെ തോന്നിയത് ഒരുപക്ഷെ എന്റെ വിഭ്രമാവസ്ഥയായിരിക്കാം. പക്ഷെ പ്രഭാകരേട്ടൻ എന്നോട് ചോദിച്ചത് ഇത്രയാണ്, ആരും ഒന്നും ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ സമർപ്പിക്കുകയാണ്. ഞാനിത് പറയാനുണ്ടാകുന്ന സാഹചര്യം, ഏതാണ്ട് സംഭവം നടന്ന അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് റാപ്പിഡ്
ദ്രുതകർമ്മസേന എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഗതാഗത സംവിധാനത്തിന്റെ നോട്ടക്കാർ, പോലീസുകാർ അവിടെ വരുന്നത്. നാട്ടുകാരിൽ നിന്ന് പറയുന്നുണ്ട്, വിളിച്ചിട്ട് എത്ര നേരമായി, ഇതുവരെ വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നവരാണല്ലോ എന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. പോലീസുകാർ സ്വാഭാവികമായിട്ട് വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഒരു വളരെ ലാഘവത്തോടെ അവർ അത് കൈകാര്യം ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇത്രമാത്രം ഉദാരവൽക്കരിക്കപ്പെടണമോ എന്ന് എനിക്ക് തോന്നി. അതിന്റെ ഒരു ഗൗരവം ഉൾക്കൊള്ളുന്ന രീതിയിലായിരുന്നില്ല പോലീസിന്റെ പെരുമാറ്റം. ഞാനിതൊരു ഉദ്യോഗസ്ഥരെ വിമർശിക്കുകയല്ല. പൊതുവെ പാലക്കാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഏതെങ്കിലും നിരപരാധികളുടെ അടുത്തൊക്കെ തട്ടിക്കേറുകയും ഇത്തരം ചില സാഹചര്യങ്ങളിൽ ഒരു തരം മൗനം പാലിക്കുകയും നിസ്സംഗത പുലർത്തുകയും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും, ഇത് മാത്രമല്ല, പാലക്കാട്ടെ സീബ്ര ലൈനുകളിൽ ഒരു ലക്കും ലഗാനുമില്ലാതെയാണ് വണ്ടികൾ ഓടിക്കുക. സ്വാഭാവികമായിട്ട് കേരളത്തിലെ മറ്റ് ഏത് ജില്ലകളിൽ പോയാലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന രൂപത്തിൽ നമ്മൾ സീബ്ര ലൈനിലേക്ക് ഇറങ്ങിയാൽ സ്വാഭാവികമായിട്ട് വാഹനങ്ങൾ വേഗത കുറയ്ക്കുകയും നമുക്ക് കടന്നു പോകാൻ അവർ സമയം തരികയും ചെയ്യും. പക്ഷെ പാലക്കാട്ട് സീബ്ര ലൈനുകളിൽ നമ്മളൊന്ന് ഇറങ്ങി നമ്മൾ റോഡിന്റെ പകുതിയിലെത്തിയാലും വണ്ടി അപ്പുറത്തോടെ വെട്ടിച്ചു കൊണ്ടുപോവുക എന്നല്ലാതെ അത് നിർത്തിക്കൊടുക്കുന്ന ഒരു സംവിധാനമില്ല. അവിടെയൊക്കെ ഈ പറഞ്ഞ ഗതാഗത സുരക്ഷയ്ക്ക് നിൽക്കുന്ന പോലീസുകാരുണ്ട്. അവർ മൊബൈൽ നോക്കി നിൽക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. ഇത് എല്ലാ വ്യക്തികളെയും, എല്ലാ പോലീസുകാരെയും ഞാൻ അടച്ചാക്ഷേപിക്കല്ല. ഞാനിപ്പോ ഇത് പറയാനുള്ള കാരണം, പാലക്കാട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പോലീസ് സേന കുറേം കൂടെ കരുതലോടെ, ഇതൊക്കെ കാണുന്ന ഒരു ജനങ്ങൾ നമുക്ക് മുൻപിലുണ്ട് എന്ന ബോധ്യത്തോടെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, തിരുത്തേണ്ടത് തിരുത്തിയേ മതിയാകൂ എന്നുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോ ഞാനിത് പറഞ്ഞതുകൊണ്ട് ആ വീഡിയോയിൽ കാണുന്നുണ്ട്, ഇയാളെ വഴിയിൽ എവിടെയെങ്കിലൊക്കെ വെച്ച്, ഞാൻ എന്റെ സൈക്കിൾ ചവിട്ടി പാലക്കാട് നഗരത്തിന്റെ പല പ്രദേശങ്ങളിലൂടെയൊക്കെ നടക്കാറുണ്ട്. എന്നപ്പോ ഇയാളെ കാണുമ്പോൾ ഒന്ന് ചോദ്യം ചെയ്ത് കളയാം എന്നെങ്ങാനും അതിൽ ഞാൻ പറഞ്ഞ ആ സംഭവത്തിലുള്ള പോലീസുകാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ പേര് വർഗീസ് തൊടുപറമ്പിൽ നിന്നാണ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചിട്ടും അന്വേഷിച്ചിട്ടും നമുക്ക് അത്തരം ഇടപെടലുകളൊക്കെ നടത്തുന്നതായിരിക്കും നല്ലത് എന്നുകൂടി ഞാൻ സ്നേഹപൂർവ്വം പറയുകയാണ്. പുതിയ പാലത്ത് പ്രഭാകരേട്ടന്റെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കരുതിയിരുന്നത്, ഇത്രയും വലിയ ഒരു മുതിർന്ന പത്രപ്രവർത്തകന് അവിടെ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ആ അപകട മേഖലയെക്കുറിച്ച് കൃത്യമായ ഒരു പഠനവും അവിടം അപകടരഹിതമാക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു കൊല്ലവും കഴിഞ്ഞു, 2 മാസവും കഴിഞ്ഞു, ഒരു മാറ്റവും അവിടെ വന്നിട്ടില്ല. പാലക്കാട് ഞാൻ ഈ പറഞ്ഞ മേഖല മാത്രമല്ല, പല മേഖലകളും അപകട മേഖലകളാണ്. ജനങ്ങളുടെ ജീവന്റെ ഭാഗ്യം കൊണ്ട് മാത്രം, ആർക്കും ആയുസ് എത്താത്തത് കൊണ്ട് മാത്രം അവർ വീടുകളിലേക്ക് തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെയാണ് ആ കാറ് ഓടിച്ചിരുന്ന ആള്. അദ്ദേഹത്തിന് എത്ര വയസ്സായി എന്നറിയില്ല. അദ്ദേഹം വടി കുത്തിപ്പിടിച്ചാണ് ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് കാറിൽ പുറത്തേക്ക് ഇറങ്ങിയത്. കുട്ടികൾക്ക് ലൈസൻസ് നൽകാത്തതുപോലെ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ അവർ വണ്ടിയുമായിട്ട് പുറത്തേക്ക് പോകുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം അപകടങ്ങൾ വരുത്തുന്ന ഈ വൃദ്ധര്, നമുക്ക് വൃദ്ധ പരിപാലനവും വൃദ്ധസ്നേഹവും ഒക്കെ പറയുന്നതിന് ഞാൻ എതിരല്ല. പക്ഷെ പലപ്പോഴും ഈ വൃദ്ധജനങ്ങളുടെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് അവര് ഏതെങ്കിലും ജോലിയിൽ നിന്ന് വിരമിച്ചവരോ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർക്കൊരു വലിയ, എന്താ പറയാ, അവരുടെ സംഭാഷണത്തിലൊക്കെ ഒരു വല്ലാത്ത അഹങ്കാരം കാണും. അത് കാണുമ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ നിയന്ത്രണം പോകും. അപ്പോ വയസ്സായ ആളുകൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നും വണ്ടിയുമായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇക്കാര്യത്തിൽ സർക്കാർ, ഗതാഗത വകുപ്പ്, നിയമജ്ഞര് അടിയന്തിരമായി എത്ര വയസ്സ് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൽ നിർത്തണം എന്ന് പറയേണ്ട സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യം, ഈ വയസ്സായവരിൽ പലരും മദ്യപിച്ച വണ്ടി ഓടിക്കുക. ഇന്ന് പക്ഷെ വണ്ടി ഓടിച്ചിരുന്ന ആൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്നും ശരീരപ്രകൃതിയിൽ നിന്നും എനിക്ക് മനസ്സിലായത്, അദ്ദേഹത്തിന്റെ പ്രഷർ ക്രമാതീതമായി വർദ്ധിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഇത്രയും അശ്രദ്ധമായിട്ട് ആളുകൾ നിൽക്കുന്ന ഫുട്പാത്തിലൂടെ, ആളുകൾ നടക്കുന്ന വഴിയിലൂടെ വണ്ടി ഓടിച്ച്, ഈ വണ്ടികളൊക്കെ, ഈ ഇടിച്ച വണ്ടികളൊക്കെ വഴിയോരത്ത് നിർത്തിയിട്ടിരുന്ന വണ്ടികളിലാണ് ഇടിച്ചത്. അതുകൊണ്ടാണ് അപകടം ഇത്ര കുറഞ്ഞ്. അവിടെ അപ്പുറത്ത് ബസ് സ്റ്റോപ്പാണ്. നല്ല തിരക്കുള്ള സമയമൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയ വാർത്തകളെയൊക്കെ മറിച്ചു കളയുന്ന വാർത്ത ഉണ്ടാകുമായിരുന്നു.
കൽപ്പാത്തി പുതിയ പാലം കഴിഞ്ഞ് ഒലവക്കോട് വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുണ്ടാകുന്നതും ഗതാഗത സ്തംഭനമുണ്ടാകുന്നതും അവിടെയാണ്. ഈ അടുത്ത കാലത്താണ് അവിടെ ഒരു പാലമൊക്കെ വീതി കൂട്ടി പണിത് കഴിഞ്ഞപ്പോൾ വഴിയോരത്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. PWDയുടെ അനാസ്ഥ എന്നോ അലംഭാവമെന്നോ അഴിമതി എന്നോ അതിന് വിളിക്കണമെന്ന് നമുക്കറിയില്ല. നീലിക്കാട് പാലം പണി കഴിഞ്ഞാൽ വാഹന ഗതാഗതം ഇപ്പോൾ അതിന്റെ 3 ഇരട്ടിയെങ്കിലും ആകും. ഇപ്പോൾ തന്നെ ഒരു വാഹനം കടന്നുപോയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത അത്ര തിരക്കുണ്ട്. അതുകൊണ്ട് അടിയന്തിരമായിട്ട് ജില്ലാ ഭരണകൂടവും നഗരഭരണവും പുതിയ പാലം ജംഗ്ഷനിലെ ഈ അപകടക്കുരുക്ക് കൃത്യമായ പഠനം നടത്തി പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുക എന്നതാണ് ഒരുപക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഞാനതിന് അന്ധവിശ്വാസം എന്ന് നിങ്ങൾ പറഞ്ഞാലും ആ സമയത്ത് ഞാൻ പ്രഭാകരേട്ടനെ ഓർത്തതുകൊണ്ട്, പ്രഭാകരേട്ടൻ എന്നോട് നേരിട്ട് സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പാലക്കാട്ടെ പോലീസ് സൂപ്രണ്ട്, ജില്ലാ കളക്ടർ, RDO, മുനിസിപ്പൽ സെക്രട്ടറി ഉത്തരവാദപ്പെട്ടവർ അത് ശ്രദ്ധയോടെ പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ പാലക്കാട് ഇക്കാര്യത്തിനൊരു ജനകീയ സമരം രൂപപ്പെടാൻ അധിക സമയമൊന്നും വേണ്ടി വരികയില്ല.